ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ യാഗ്രഹത്തിൽ ഒരു കട്ട റാങ്ക് പുഷിംഗ് ഗെയിം പ്ലേയുമായിട്ടാണ്. സാധാരണ റാങ്ക് പുഷ് ചെയ്യുമ്പോൾ നല്ല ലാഗും നെറ്റ്വർക്ക് ഇഷ്യൂസും ഒക്കെ വരാറുണ്ട്. ഇതിപ്പോ എന്താകുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഒപ്പോണന്റിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നമുക്കൊരു പ്ലെയറെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ പ്രൊഫൈൽ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റാങ്ക് പുഷ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി നമുക്ക് മാച്ചിൽ കാണാം. Hello everybody and welcome to today's match. Arsenal against France. മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ബോയ്സ്. തുടക്കത്തിൽ തന്നെ നമ്മൾ രണ്ടുപേരും പന്ത് ഹോൾഡ് ചെയ്ത് വളരെ പ്ലാൻ ചെയ്താണ് കളിക്കുന്നത്. ഞാൻ മാക്സിമം പാസുകൾ കൊടുത്ത് മുന്നേറാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒപ്പോണന്റിന്റെ ഡിഫൻസ് നല്ല കട്ടയ്ക്കാണ് നിൽക്കുന്നത്. അയ്യോ, അവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഒപ്പോണന്റ് ആ ഗ്യാപ്പ് മുതലെടുത്തു. അങ്ങനെ അവർ ഫസ്റ്റ് ഗോൾ അടിച്ചു ഗൈസ്. സാരമില്ല, ഒരു ഗോൾ വീണെന്ന് കരുതി നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ. കളി ഇപ്പോഴല്ലേ തുടങ്ങിയത്.
There will be 1 minute added time. ദാ ഇനിയാണ് നമ്മുടെ കളി മാറാൻ പോകുന്നത്. ഞാൻ പതുക്കെ കളി വിങ്സിലേക്ക് മാറ്റി. അവിടെ നിന്നും ബോക്സിലേക്ക് ഒരു കിടിലൻ പാസ്. യെസ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ ഗോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്ത് മനോഹരമായ ഫിനിഷിംഗ് ആയിരുന്നു അത്. സ്കോർ ഇപ്പോൾ 2-1 ആയി. കളി ഇനിയാണ് ശരിക്കും ആവേശത്തിലേക്ക് നീങ്ങുന്നത്. ഒപ്പോണന്റ് ഇപ്പോൾ അത്ര സേഫ് അല്ല. നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. പക്ഷേ ദാ വീണ്ടും നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ലാഗ്. അയ്യോ, ഇതെന്താ ഇത്? അവർ രണ്ടാമത്തെ ഗോളും അടിച്ചു. സ്കോർ ഇപ്പോൾ 2-0. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് കളി കൈവിട്ടുപോയോ എന്ന് ഞാൻ വിചാരിച്ചു. ഡിഫൻസിൽ വന്ന പാകപ്പിഴകൾ അവർ കൃത്യമായി ഉപയോഗിച്ചു. പക്ഷേ നമ്മൾ തോറ്റുകൊടുക്കാൻ റെഡിയല്ല. കംബാക്ക് ആണ് നമ്മുടെ മെയിൻ. സമയം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ഗോൾ കൂടി അടിച്ചേ പറ്റൂ. നമ്മൾ ഫുൾ അറ്റാക്കിങ്ങിലേക്ക് മാറി. ഒപ്പോണന്റ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ദാ വരുന്നു എൻ്റെ സ്ട്രൈക്കറുടെ കുതിപ്പ്. ബോക്സിന് വെളിയിൽ നിന്ന് ഒരു തകർപ്പൻ ഷോട്ട്. ഓ മൈ ഗോഡ്, അത് ഗോളാണ് ഗേസ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗോളും അടിച്ച് കളി സമനിലയിലാക്കിയിരിക്കുകയാണ്. 2-0 നിന്നും നമ്മൾ കളി 2-2 ആക്കി മാറ്റിയ ഒരു മരണമാസ് കംബാക്ക്. Added minutes has been indicated. അങ്ങനെ കട്ടയ്ക്ക് നിന്ന മാച്ച് ഒടുവിൽ 2-2 എന്ന സ്കോറിൽ സമനിലയിൽ അവസാനിച്ചു. തോൽക്കുമെന്ന് വിചാരിച്ചിടത്തു നിന്നാണ് നമ്മൾ ഈ ഒരു കിടിലൻ കംബാക്ക് നടത്തിയത്. ശരിക്കും നല്ലൊരു മാച്ച് ആയിരുന്നു ഇത്.
ഈ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.